எனக்கா இத்தனை கிருபை, என்மே அளவற்ற கிருபை. எனக்கா இத்தனை கிருபை, என்மே அளவற்ற கிருபை. என்னை விட எத்தனை பேர் தகுதியாக இருந்தும் என்ன மட்டும் கிருபை என்று தேடி வந்ததே. என்னை விட எத்தனை பேர் தகுதியாக இருந்தும் என்ன மட்டும் கிருபை என்று உயர்த்தி வைத்ததே. உங்க கிருபை என்னை வாழ வைத்ததே. உங்க கிருபை என்னை தூக்கி சுமக்குதே. உங்க கிருபை என்னை வாழ வைத்ததே. உங்க கிருபை என்னை பாட வைத்ததே. നിശ്ചയമായും ഇന്ന് രാത്രിയിൽ എനിക്ക് ബോധ്യമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അതറിയുന്നവർ കരമുയർത്തി ഒരാമീൻ പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിടുവിക്കുന്ന രാത്രിയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ കെട്ടുകളെ അഴിക്കുന്ന രാത്രിയാണ്. பயனற்ற நிலத்தை போல மறக்கப்பட்டவனா, அறுவடை காணாமல் தனிந்து போனவனா. பயனற்ற நிலத்தை போல மறக்கப்பட்டவனா, அறுவடை காணாமல் தனிந்து போனவனா. தரிசான எண்ணில் தரிசனத்தை வைத்து அறுவடையை துவக்கி வைத்தவரே. ദിനത്തിൽ നമ്മോട് ഇടപെടേണ്ടതിന് ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കാലാവസ്ഥയിൽ നമുക്ക് അനുകൂലമാക്കുവാൻ കടന്നു വരുന്ന ജനങ്ങളെ തക്ക സമയത്ത് കൂട്ടിച്ചേർക്കുവാൻ, ഗാന ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ ശക്തമായി ഉയർത്തുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ നാമവും ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാ തരങ്ങളും ദൈവത്തെ സ്തുതിച്ചാട്ടെ. രാത്രികാലം ഈ ഗ്രഹത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങ് അത്യുന്നതൻ മഹോന്നതൻ കർത്താവേ. ഹല്ലേലൂയ. ഓ ഇവിടെ പ്രസന്നം നിരന്തരം കടന്നു വരട്ടെ. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹവും പ്രശാന്തമായ ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ഈ മാസത്തിന്റെ 26-ാം തീയതി ഈ മഹോത്സവത്തിന്റെ 2ാം ദിനം രാത്രിയിൽ കടന്നു വരുവാൻ കർത്താവേ സഹായിച്ച കൃപകൾക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങൾക്ക് കാലാവസ്ഥയിലെ യോഗം സഹായിച്ചല്ലോ, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയതിനായി നന്ദി കർത്താവേ. പാലക്കുഴി സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വലിയ യോഗം കർത്താവേ അനുഗ്രഹപ്രദമായി മാറുവാൻ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. കാലാവസ്ഥ അനുകൂലമാക്കണ കർത്താവേ. ഹല്ലേലൂയ. നിസ്സാരമുള്ള ഞങ്ങൾക്ക് അനുകൂലമായി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകം പാടുന്ന ഗാന ശുശ്രൂഷ ചെയ്യുന്ന കർത്താവേ, ദൈവഭക്തന്മാരെ ദൈവമക്കളെ എല്ലാം ദൈവം അവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ സഭയുടെ പ്രയത്നങ്ങളൊന്നും വീണാകാതെ കർത്താവേ അനേക ജനങ്ങളെ ഇവിടെ കൂട്ടിച്ചേർക്കുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശബ്ദവും വെളിച്ചവും എന്റെ ദൈവമോട് നിരന്തരിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പാടി ആരാധിപ്പാൻ തന്റെ മക്കളെ അഭിഷിക്തന്മാരെ ഹല്ലേലൂയ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കുടുംബങ്ങൾ ദൈവം മാനിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം കടന്നു വരുന്ന തന്റെ ജനത്തെ തക്ക സമയത്ത് കൂട്ടിച്ചേർക്കണേ. ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, ആത്മാവിൽ ശാന്തി അടയുവാൻ, സന്തോഷം സമാധാനം ലഭിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. രാത്രികാലം ദൈവശരീരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ യേശുവേ കാലാവസ്ഥ നിയന്ത്രിക്കുമാറാകണേ. സകല ജനത്തിന് വരുവാൻ കാലാവസ്ഥ നിയന്ത്രിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സൃഷ്ടിക്കുന്ന കർത്താവിന്റെ ദാസന് കരങ്ങൾ എടുക്കും കർത്താവേ. അവരുടെ ടീമിനെ ദൈവം ഹല്ലേലൂയ മാനിക്കും. എല്ലാ മഹത്വം കർത്താവേ. ഈ ഗ്രൗണ്ടിന്റെ പരിസരമെല്ലാം ദൈവത്തിന്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യട്ടെ. ഇന്ന് രാത്രികാലം ദൂതഗണങ്ങളെ കൊണ്ട് കാവൽ ചെയ്യുമാറാകട്ടെ
മാറ്റപ്പെട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ വിടുതൽ പ്രാപിപ്പാം, അവൻ ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിപ്പാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നു വരുന്ന മനസ്സിനെ ദൈവം ഹല്ലേലൂയ രൂപാന്തരപ്പെടുവാൻ കർത്താവ് മധ്യമാനത്തിൽ ആയിരിക്കുന്ന ജീവിതങ്ങൾ വിടുതൽ പ്രായപ്പെട്ട ദൈവം സഹായിക്കട്ടെ. എല്ലാ മഹത്വം പങ്കെടുക്കട്ടെ, എല്ലാ പുകഴ്ച അങ്ങ് അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കൊന്നുമില്ല, അങ്ങയുടെ നാമം മാത്രം മഹിമപ്പെടട്ടെ, അങ്ങയുടെ നാമം മാത്രം പുകഴ്ച അടയട്ടെ. എല്ലാ മഹത്വം പങ്കെടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, യാചന കേൾക്കുന്ന നല്ല സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. வானமும் பூமியும் படைத்த வானமும் பூமியும் படைத்த வல்ல தேவனிடம் இருந்தே வானமும் பூமியும் படைத்த நன்மைகள் வருமே என் கண்கள் ஏறெடுப்பே நன்மைகள் வருமே என் கண்கள் ஏறெடுப்பே என கொத்தாசை வரும் பர்வதம் நேராயன் கண்களை ஏறெடுப்பே என கொத்தாசை வரும் பர்வதம் நேராயன் கண்களை ஏறெடுப்பே. மலைகள் பெயர் அகற்றிடணும், நிலை மாறி புவி அகற்றிடும். மாறிடுமோ அவர் கிருபை என்னாலும் ஆறுதல் எனக்கு அவரே என்று சொல்லி பாடலாம். மலைகள் பெயர் அகன்றிடினும், நிலை மாறி புவி அகன்றிடினும். மலைகள் பெயர் அகன்றிடினும், மாறிடுமோ மாறிடுமோ அவர் கிருபை என்னாலும் ஆறுதல் எனக்கு அவரே. மாறிடுமோ அவர் கிருபை என்னாலும் ஆறுதல் எனக்கு அவரே. எனக்கு ஒத்தாசை வரும் பர்வதம் நேராயன் கண்களை ஏறெடுப்பே. எனக்கு ஒத்தாசை வரும் பர்வதம் நேராயன் கண்களை ஏறெடுப்பே. என் காலை தள்ளாட ஒட்டார், என்னை காக்கும் தேவன் உறங்கார். இஸ்ரவேலை காக்கும் நம் தேவன் ராப்பகல் உறங்காரே என்று சொல்லி உற்சாகமாய் வரிகளை பாடலாம். என் காலை தள்ளாட ஓட்டார், என்னை காக்கும் தேவன் உறங்கார். என் காலை தள்ளாட ஓட்டார், இஸ்ரவேலை காக்கும் நல் தேவன் ராப்பகல் உறங்காரே. இஸ்ரவேலை காக்கும் நல் தேவன் ராப்பகல் உறங்காரே. எனக்கு ஒத்தாசை வரும் பர்வதம் நேராயன் கண்களை ஏறெடுப்பே. எனக்கு ஒத்தாசை வரும் பர்வதம் நேராயன் கண்களை ஏறெடுப்பே. வலப்பக்கத்தில் நிழலவரே, வழுவாமல் காப்பவர் அவர். சொல்லுவேன், வலப்பக்கத்தில் நிழலானவர், வழுவாமல் என்னை காப்பவர். சூரியன் பகலில் சந்திரன் இரவில் என்னை சேதப்படுத்தாதே. சூரியன் பகலில் சந்திரன் இரவில் சேதப்படுத்தாதே. எனக்கு ஒத்தாசை வரும் பர்வதம் நேராயன் கண்களை ஏறெடுப்பே. எனக்கு ஒத்தாசை வரும் பர்வதம் நேராயன் கண்களை ஏறெடுப்பே. என் தீங்கும் என்னை அணுகாமல் என் ஆத்துமாவை காக்கிற தேவன், போக்கையும் வரத்தையும் பத்திரமாக காப்பவர். Thank you, Jesus. தேவ ஊழியரை அழைக்க போகிறோம். இன்றைக்கும் தேவ ஊழியர் சரியான நேரத்தில் நம்ம மத்தியில் கடந்து வந்திருக்க எல்லாரும் உற்சாகமாக அவர்கள் குழுவோடு வந்திருக்கிறார்கள். கரங்களை தட்டி நாம் அவர்களை வரவேற்கலாமே.
നിങ്ങൾ ആ കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ തോന്നലിൽ നിങ്ങൾക്ക് മലയാളം മനസ്സിലാകും എന്നാണ് എൻ്റെ തോന്നൽ. മലയാളം മനസ്സിലാകുന്നവർ ഒന്ന് കൈ കാണിച്ചേ. ഓ, എല്ലാവർക്കും മലയാളം മനസ്സിലാവും. ഓക്കെ. ഈ തമിഴ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച ദൈവമേ മലയാളം മനസ്സിലാകില്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും നേരത്തെ ഈ മീറ്റിങ്ങിന് വന്നത്. ഒരു 5 മണിയായപ്പോൾ ഞാനിവിടെ എത്തിയതാണ്. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഞങ്ങൾക്ക് അവിടെ ചർച്ച ഉള്ളത് കൊണ്ട് ഈ കർത്തൃദാസന്മാരുടെ പ്രയാസം എനിക്കറിയാം. 7:30 പ്രസംഗിക്ക് സമയം കൊടുത്ത് ഇങ്ങനെ പാട്ടൊക്കെ വലിച്ച് നീട്ടി ബുദ്ധിമുട്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ നേരത്തെ തന്നെ യോഗത്തിൽ വന്നത്. വളരെ മനോഹരമായ ഒരു ഗ്രൗണ്ട്, വളരെ മനോഹരമായി അലങ്കരിച്ചൊരുക്കിയ ഈ സ്ഥലം, ഇവിടുത്തെ അനുഗ്രഹീത കർത്തൃദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മഴയുടെ ഒരു പ്രശ്നമുണ്ട്, എനിക്കറിയാം. ഒത്തിരി ആളുകൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മഴയുടെ പ്രയാസം കൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞ് ഈ രാത്രിയിലത്തെ പ്രാരംഭ ദിവസം തന്നെ ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം നമ്മുടെ നടുവിൽ നടകൊള്ളുന്ന രാത്രിയാണ്. ഈ രാത്രി അല്പനിമിഷങ്ങൾ എല്ലാ ദൈവമക്കളും ആ കരങ്ങളെ ഒന്നടിച്ച് അന്യഭാഷ പറയാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും അന്യഭാഷ പറഞ്ഞ് തമ്പുരാന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഒന്ന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ പറയാൻ പറ്റുന്ന എല്ലാവരും മധുരങ്ങളെ തുറന്ന് നാവുകൾ ചലിപ്പിച്ച് അല്പനിമിഷങ്ങൾ യേശുവിന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും നന്ദി പറഞ്ഞ് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാൽ റമൽ പ്രഭന ഹടഗദനഗസിയ. ഓ, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം രാവിലെ ചലിക്കുന്നത്. ഓ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ രോജാവേ, 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ രോജാവേ, 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ രോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ഓ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ഓ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ഓ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീരാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീരാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. സ്നേഹിതരെ, ദയവായി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരും
ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പ്രിയരെ, നാം ഒരുമിച്ച് വന്നു കൂടിയത് ഈ ദേശത്തിന് ഒരു വലിയ വിടുതലുണ്ടാകണം. അതിനുവേണ്ടിയാണ് നാം ഒരുമിച്ച് വന്നത്. നിശ്ചയമായും ഇന്ന് രാത്രിയിൽ എനിക്ക് ബോധ്യമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അതറിയുന്നവർ കരമുയർത്തി ഒരാമീൻ പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിടുവിക്കുന്ന രാത്രിയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ കെട്ടുകളെ അടിക്കുന്ന രാത്രിയാണ്. എത്ര ശക്തിയോടെ പിശാച് നിങ്ങൾക്കെതിരെ വാദമുഖങ്ങൾ അടിച്ചുവിട്ടാലും ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള സാന്നിധ്യം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നത് ആത്മ കണ്ണുകൊണ്ട് അറിയുന്ന പ്രിയപ്പെട്ടവർ ആ രണ്ട് കരങ്ങളും അടിച്ച് അന്യഭാഷ പറയാൻ പറ്റുന്ന ആളുകൾ ആരംഭിച്ചു ചേർന്ന് ഈ രാത്രി അന്യഭാഷ പറഞ്ഞു തുടങ്ങി. ഇവിടെ ആരാധന നടക്കുമ്പോൾ ചില വീടുകൾക്കകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. ഇവിടെ ഊഴിയം ചെയ്യുന്ന കർത്തൃദാസന്മാർ മഹത്വമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം കരമടിക്കാൻ പറ്റുന്നവർ കരമടിച്ച്, അന്യഭാഷ പറയാൻ പറ്റുന്നവർ അന്യഭാഷ പറഞ്ഞ് ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്തൃദാസനോട് ഈ പ്രാരംഭ സമയത്ത് ദൈവം പറയുക, ഇതൊരു തുടക്കമായി മാറാൻ പോകുക. ഈ ദേശം വല്ല ഉണർവ് കാണാൻ പോകുക. ഈ ദേശത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും ഇറങ്ങി വരുന്ന രാത്രിയായി മാറുക. അറിയുന്നവർ രണ്ട് കരങ്ങളും ഒന്നടിച്ച് അല്പനിമിഷങ്ങൾ അന്യഭാഷ പറയാൻ പറ്റുന്ന ആളുകൾ അന്യഭാഷ പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി വെളിപ്പാട് കാണുകയാ. ഈ ദേശത്ത് നമുക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഗ്രൗണ്ടിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നിട്ടുണ്ട്. വിടുവിക്കേണ്ട പ്രിയപ്പെട്ടവരെ വിടുവിക്കാൻ, കെട്ടടിക്കേണ്ട പ്രിയപ്പെട്ടവരുടെ കെട്ടുകളെ അടിക്കേണ്ടതിന് എന്നോട് ദൈവം പറയുന്നത് ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഇതിന്റെ ചുറ്റുവട്ടത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുകയാ. ചില ആളുകളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയുക. ചില ആളുകളുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ വരിക. അതുകൊണ്ട് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് അല്പനിമിഷം ആരംഭിച്ച് ചേർന്ന് പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. ഓ ദേവാ പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ.
ആവേശത്തോടെ പാടുന്ന എന്നാ നിങ്ങൾക്കറിയാം? നിങ്ങളുടെ മുമ്പിൽ ഈ മൈക്കൊക്കെ പിടിച്ച് പാട്ട് പാടുന്ന ചെറുപ്പക്കാരൻ വർഷങ്ങളായി അമ്പലനടകളിൽ ഉടുക്കുകുട്ടി ദേവനും ദേവിക്കും വേണ്ടി പാട്ട് പാടിക്കൊണ്ടിരുന്നയാളാ. ഇന്ന് പാടുന്നത് യേശുവിന് വേണ്ടിയാ. അതുകൊണ്ട് ഞങ്ങൾ ആവേശത്തോടെ ഈ നാമത്തെ വിളിച്ചു പറയുന്നത്. നിങ്ങൾ ട്രിവാൻഡ്രത്ത് ചെങ്കൽക്കുഴൂള എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ട്. ചെങ്കൽച്ചൂള സ്വദേശിയാണ്. ഒരുപാട് ജീവിതത്തിനകത്തെല്ലാം ഇരുളടഞ്ഞപ്പോൾ യേശു വഴി തുറന്ന ദൈവമാണ്. ഈ ദേശത്ത് ഇതുപോലെ ചെറുപ്പക്കാർ അനേകരെ ദൈവത്തിന് വിടുവിക്കാൻ പദ്ധതിയുണ്ട്. യേശു എന്ന നാമം വിടുവിച്ചെന്ന ആവേശത്തോടൊന്ന് കൈയടിച്ച നാമത്തെ ഒന്ന് ഉയർത്താമോ? അഭിഷക്തന്മാരുടെ ഞങ്ങളുടെ ആവേശം ഇതാണ്. ഞങ്ങൾ ഈ ആവേശത്തോടെ സ്തുതിക്കുന്ന ഇതുകൊണ്ടാണ്. ഞങ്ങൾ ഈ ആവേശത്തോടെ ഞങ്ങൾ ഈ ആവേശത്തോടെ യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് അഭിനയമല്ല, ഇത് ഞങ്ങളുടെ അനുഭവമാണ്. അഭിഷക്തനായി ഇത് ഞങ്ങൾക്ക് അനുഭവം, ഇത് ഞങ്ങൾക്ക് അഭിനയമല്ല, ഇത് ഞങ്ങൾക്ക് അഭിനയമല്ല. അഭിനയമല്ലാത്ത ആളുകൾ ഇന്ന് രാത്രിയോ കൈയടിച്ച് അഭിഷേകത്തോടെ ആ നാമത്തെ ഉയർത്താൻ പറ്റുന്ന ആളുകൾ ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിച്ചു. ഇത് നിങ്ങൾക്ക് വിടുതലിന്റെ രാത്രിയാണ്. ഇത് നിങ്ങൾക്ക് അത്ഭുതത്തിന്റെ രാത്രിയാണ്. ഈ ചെറുപ്പക്കാർ മുഴുവൻ, ഈ ചെറുപ്പക്കാരത്തുകൾ മുഴുവൻ ഇന്ന് രാത്രി അഭിഷേകം പറ്റുകൊണ്ട് അഭിഷേകത്തിൽ നിറയാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് രാത്രി ഞാൻ വെളിപ്പാട് കാണുക. ഈ പ്രാരംഭ സമയത്ത് തന്നെ ദൈവശക്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ കൃപ ചലിക്കുക. ചില അമ്മമാർ ശരീരത്തിൽ അറിയുന്നുണ്ട്, ചില സഹോദരിമാർ ശരീരത്തിൽ അറിയുന്നുണ്ട്. ശരീരത്തിൽ അറിയുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി യേശുവിനെ ആരാധിക്കാൻ പറ്റുന്ന ആളുകൾ ആരാധിച്ച് മഹത്വം കൊടുക്കാൻ പറ്റുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്ത് എത്ര ശക്തിയോടെ നിങ്ങൾക്കെതിരെ പൈശാചിക താണ്ഡവ നൃത്തങ്ങൾ ഇന്ന് രാത്രി എഴുന്നേറ്റു വന്നാലോ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. ഇത് പ്രാർത്ഥിക്കുന്നവന്റെ രാത്രി, ഇത് ജയിച്ചവന്റെ രാത്രി, ഇത് യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നവന്റെ രാത്രി. അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ തുടർന്ന് ആ രണ്ട് കരങ്ങളും ഒന്നടിച്ച് അന്യഭാഷ പറയാൻ പറ്റുന്ന ആളുകൾ ഈ അന്തരീക്ഷം ഇന്ന് രാത്രി മാറട്ടെ. കരമൊന്നുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഒരു മിനിറ്റ് ഒന്നിരുന്നേ, ഒരു മിനിറ്റ് ഇരുന്നേ പ്ലീസ്. ഈ ദേശത്ത് ഇത്രയും മനോഹരമായി മീറ്റിംഗുകൾ ക്രമീകരിച്ച പ്രിയ കത്രദാസൻ, ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ഫെയ്ത്ത് ഇൻ ആക്ഷൻ ചർച്ചും വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ട മകൾ, ഞാൻ ഈ ദിവസങ്ങളെല്ലാം തമിഴ്നാട്ടിലുണ്ട്. ഇവിടുന്ന് നേരെ തിരുനെൽവേലിക്കാണ് പോകുന്നത്. തിരുനെൽവേലി 3 ദിവസം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷന് വേണ്ടി പോകുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും
യാത്രയാണ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട കലാകാരന്മാരും കലാകാരികളുമൊക്കെ ഇവിടെയുണ്ട്. നിങ്ങളെല്ലാവരും ഓർക്കുകയാണ്, അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് നമ്മുടെ മീറ്റിംഗ് പോകുന്നത്. പിന്നെ മഴ, അത് നമുക്ക് മഴയിലെ ഭയങ്കര ചൂടായിരിക്കും എന്ന് ദൈവത്തിനറിയാം. അത് തണുപ്പിക്കാൻ വേണ്ടി ദൈവം തന്ന മഴയാണ്. അതിനൊന്ന് സ്തോത്രം ചെയ്തു തരുത്. കൈയൊന്ന് പൊക്കി കർത്താവിനൊന്ന് സ്തോത്രം. നമ്മൾ ജീവിതത്തിൽ പാസ്റ്ററെ ഇതൊന്നും കണ്ട് ടെൻഷൻ അടിക്കണ്ട, മഴയൊന്നും കണ്ട്. 2 ദിവസം ന്യൂനമർദ്ദമാണെന്നാ പറഞ്ഞ്. ഇനി ന്യൂനമർദ്ദം 5 ആയാലും നമ്മൾ യോഗം നടത്തും. നിങ്ങളൊരു ആമയും പറഞ്ഞില്ല. ഇനി 15 ദിവസം ഇവിടെ ന്യൂനമർദ്ദം ഉണ്ടെങ്കിലും ഞങ്ങൾ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കും, ഞങ്ങൾ ദൈവത്തെ ഉയർത്തും. ഞങ്ങൾ ഈ പന്തലുമൊക്കെ ഇട്ട ഇത്രയും സിസ്റ്റമൊക്കെ കൊണ്ടുവന്ന് കോർഗിൻ്റെ കീബോർഡും ഈ ഇൻസ്ട്രുമെൻറ്റും എല്ലാം കൊണ്ടുവന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തന്നെയാണ്. രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങിയേക്കുക. എന്തുവായാലും എന്തേലും ഒന്ന് ഇന്ന് രാത്രി നടക്കും. കൈ ഒന്ന് ഉയർത്തി ദൈവത്തിൻ്റെ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളൊരു വാക്യം വായിക്കുകയാണ്. ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മളൊരു വാക്യം വായിക്കാൻ തുടങ്ങുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക്. ഇവിടെ ഈ ശബ്ദം ചെയ്യുന്നവർ മനോഹരമായിട്ടാണ് ശബ്ദം, സുന്ദരമായിരിക്കുന്നത് കേട്ടോ. അടിപൊളി ശബ്ദം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കറുത്തുടുപ്പിട്ട മോനാണോ? ശരി. നീ വിശ്വാസിയാണോ? നിന്നോടും പറയാനുണ്ട് 2 കാര്യം. കൈപൊക്കി ഒരു സ്തോത്രം പറഞ്ഞേര്. എന്നാലും കാര്യമില്ല, നമ്മൾ വായിക്കാനായിട്ട് പോകുക. വായിച്ച പോലെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നീയോ യഹോവേ എനിക്ക് ചുറ്റും തമിഴ് വായിക്കണമെന്നുണ്ടോ? ഇല്ല, മലയാളത്തിൽ. ഓക്കെ, വായിച്ച മോളെ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും. ഒന്നുകൂടെ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഇനി നിങ്ങൾ ആ തല ഉയർത്തി എന്നെ നോക്കി ഞാൻ ആ വാക്യം പറയാൻ തുടങ്ങുക. ഒരു മനുഷ്യനെ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മകൻ അവനെ ഓടിച്ചു കളഞ്ഞു. ഓടുമ്പോ പാടിയ പാട്ടായത്. തലക്കെട്ട് എഴുതിയിട്ടുണ്ട്. സംഗീത പ്രമാണിക്ക് ഓടുന്ന ഓട്ടത്തിൽ നമ്മൾ ഓടുമ്പോൾ പെറുപെറുപ്പാ പറയുന്നേ. ഇവൻ ഓടിയ കൂട്ടത്തിൽ പാടിയ പാട്ടാ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇന്ന് രാത്രി ദൂത് കേട്ടോ. നിന്റെ തല താഴ്ത്താൻ ആരൊക്കെ ശ്രമിച്ചാലും ഇന്ന് രാത്രി ദൈവം നിന്റെ തല ഉയർത്താൻ പോകുകയാ. ഈ ദേശത്ത് ദൈവസഭയുടെ തലയെ ദൈവം ഉയർത്താൻ പോകുകയാ. ആരാധിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിന്റെ തല ദൈവം ഉയർത്താൻ പോകുകയാ. ദേശത്തെ അന്ധകാര ശക്തികൾ നിന്റെ തല താഴ്ത്തിക്കളയാൻ, നിന്റെ കുടുംബത്തിന്റെ തല താഴ്ത്തിക്കളയാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ തലയെ താഴ്ത്തിക്കളയാൻ, നിനക്കെതിരെ ആഭിചാര ശക്തിയും മന്ത്രവാദവും ഒക്കെ ചെയ്ത് ഉയരുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് ദൂതായി വിളിച്ചു പറയുക, നിന്റെ തല ഉയർത്തുന്ന രാത്രിയാണ്. അറിയുന്നവർ ആ കൈയൊന്നടിച്ച് അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് കർത്താവ് എന്നോട് പറയുക, ഈ രാത്രിത്തെ ആരാധനയിൽ തല താഴ്ത്തിപ്പോകുമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ തലകളെ എന്റെ ദൈവം ഉയർത്താൻ പോകുക. ഈ ശബ്ദ സീമയിൽ കേൾക്കുന്ന ദേശമേ, ദൈവം നിന്റെ തല ഉയർത്താൻ പോകുക. ഇന്ന് രാത്രി നിന്റെ തല ഉയർത്തുന്ന രാത്രിയാണ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്, യേശു എന്റെ തല ഉയർത്തുമെന്ന്, ദൈവം എന്റെ തല ഉയർത്തുമെന്ന്. നിന്റെ കുടുംബത്തിന്റെ തല ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഭക്തനായ ഒരു മനുഷ്യൻ ഈ രാത്രി ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ നിശ്ചയമാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളൊരു ആമീൻ പറഞ്ഞില്ലേ? ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ പ്രതിസന്ധികൾ ദൈവം അറിഞ്ഞിട്ടാ, നിങ്ങളുടെ തകർച്ചകൾ ദൈവം അറിഞ്ഞിട്ടാ, നിങ്ങളുടെ തോൽവികൾ ദൈവം അറിഞ്ഞിട്ടാ. ദൈവം അറിയാതെ ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കത്തുമില്ല. ഇന്നലകളിൽ സംഭവിച്ചത് ദൈവത്തിന്റെ നിയോഗമാണ്. ഇന്ന് രാവിലെ ഈ സമയം വരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല, ദൈവത്തിന്റെ നിയോഗമാണ്. ഒരു മനുഷ്യൻ, എട്ടാമനായ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് നിഷ്കാശനം ചെയ്യപ്പെടുകയാണ്. ആടുകളെ മേയ്ക്കാൻ വീടിനകത്തൊരു ഫംഗ്ഷൻ നടക്കുക. ആ ഫംഗ്ഷന് പോലും വിളിക്കാതെ കാടിനകത്ത് മാത്രം
ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ദൂത് കേട്ടോളുക, നിന്റെ ഒറ്റപ്പെടലിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. അവൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ കിന്നരം വായിക്കുമായിരുന്നു, ദൈവത്തെ പാടി സ്തുതിക്കുമായിരുന്നു. ഞാൻ ഈ പ്രാരംഭത്തിൽ ഓർപ്പിച്ചില്ലേ, ഇത് ഞങ്ങൾക്ക് അഭിനയമല്ല, അനുഭവ. ഈ ചെറുപ്പക്കാരെ പോലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എന്റെ കൂടെ ഉണ്ട്. എന്റെ കൂടെ ഇപ്പോ ചെറുപ്പക്കാരനുണ്ട്, പോലീസുകാരുണ്ട് തന്ന. അവൻ ലഹരിയുടെ അതിപ്രസരം കൊണ്ട് അവന് ഭ്രാന്തായി പോയി. ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പൻ ആത്മഹത്യ ചെയ്തു, അമ്മ ആത്മഹത്യ ചെയ്തു. ആരും ആ ചെറുപ്പക്കാരനെ വീട്ടിൽ കയറ്റാതെയായി. അങ്ങനെ പോലീസുകാരനോട് പറഞ്ഞു, പാസ്റ്ററെ, ആർക്കും അവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, പാസ്റ്റർ കൊണ്ടുപോകണം. ഇന്ന് ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ച് യേശുവിന്റെ നാമത്തെ ഉയർത്തുക ചെറുപ്പക്കാരൻ. ഈ ദേശത്തോട് ഞാൻ പറയുക, നശിച്ചു പോകുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന രാത്രിയായത്. അഭിഷക്തന്മാരെ നമ്മുടെ മേൽ ദൈവം അഭിഷേകം തന്നിട്ടുള്ളത് നിസ്സാരമായി കൈയടിച്ചു കൊട്ടിപ്പാടാനല്ല, പാപത്തിന്റെ ആഴത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ നമ്മുടെ മേൽ ദൈവം പകർന്ന അഭിഷേകമുണ്ട്. ആ അഭിഷേകം തിരിച്ചറിയുന്ന എല്ലാ ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ ദാവീദ് നീണ്ട ദിവസങ്ങൾ, നീണ്ട നാളുകൾ കാട്ടിലേക്ക് അവൻ തിരതള്ളപ്പെട്ടു. ജീവിതത്തിലെല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചു. ഒരു കാര്യം കേട്ടോണം, ദൈവത്തിന്റെ പദ്ധതി ഉള്ളവൻ എവിടെയാണെങ്കിലും സമയമാകുമ്പോൾ നീ വരണ്ടിടത്ത് വരും. ഒരാമയും പറഞ്ഞില്ല. സമയമാകുമ്പോ നീ വരണ്ട യോഗത്തിൽ വരും. സമയമാകുമ്പോ വരണ്ട ഇന്റർവ്യൂ നീ വരും. സമയമാകുമ്പോ നിനക്ക് വേണ്ടി ഒരു ടെസ്റ്റ് വരും. സമയമാകുമ്പോ നിനക്ക് വേണ്ടി ഒരു ഡോക്ടർ വരും. സമയമാകുമ്പോ നിനക്ക് വേണ്ടി ഒരു അപ്പോസ്തലൻ വരും. കൈയടിച്ചൊരാമയും പറയാ. ഇന്ന് രാത്രി അത് നിന്റെ സമയത്തിന്റെ രാത്രിയാ. ദാവീദേ, നിന്റെ സമയമായത്. തള്ളിക്കളഞ്ഞ നിന്റെ സമയമാ. എല്ലാവരും ഉപേക്ഷിച്ച നിന്റെ സമയമാ. എല്ലാവരും മാറ്റി നിർത്തിയ നിന്റെ സമയമായത്. ഒന്ന് കൈയടിച്ച് ആദരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ആദരം ഒന്ന് തുറന്ന് യേശുവേ എന്ന് വിളിച്ച്, ഇത് നിന്റെ സമയമായി. ഇന്ന് രാത്രി കൈയൊന്നടിച്ച ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ പറ്റും. യേശുവിനൊന്ന് നന്ദി പറഞ്ഞേ. ഏറ്റവും പുറകെ പുള്ളി കൊടയിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരനില്ലേ, ഈ പുറമോട്ട് നോക്കിയ പുള്ളി ചെറുപ്പക്കാരൻ. മക്കളെ, നിന്റെ രാത്രിയായത്. നിനക്ക് വേണ്ടി ആ യോഗം എവിടെ ദൈവം ക്രമീകരിച്ചിട്ടുള്ളത്? ഒന്ന് കൈയടിച്ചു ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ കൈയൊന്നടിച്ചു ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. അവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വോളണ്ടിയേഴ്സ് ആരെങ്കിലും അവന്റെ പുറകിലോട്ടൊന്ന് വന്നേ, ഒന്ന് കൈയടിച്ച്. എടാ, നീ ഇന്ന് രാത്രി രക്ഷപ്പെടാൻ പോവാ കേട്ടോ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ ഇന്ന് രാത്രി ദൈവം രക്ഷപ്പെടുത്തുന്ന രാത്രിയാ. നീ യോഗത്തിന് വരാൻ വന്നതൊന്നുമല്ല, പക്ഷെ കർത്താവ് നിന്നെ രക്ഷപ്പെടുത്താൻ പോവാ. എല്ലാരും ആ കൈയൊന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും കൂടെ കൈയൊന്നടിച്ചു ദൈവത്തിന്. വിൻസെന്റേ, നീ അവിടെ നേരെ നിന്നോ. നീ അവിടെ പുറകിരുന്നപ്പോ യേശു എന്നോട് പറഞ്ഞു, നീ മദ്യപാനത്തിന്റെ അങ്ങേ അറ്റത്തെ മദ്യപാനത്തില്ല. നിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമാ നിന്നെ കുറിച്ച്. സത്യല്ലയോ? എടാ, മദ്യപാനം നിർത്തിയാലോ? നീ അടിച്ചിട്ടാ വന്നേ അല്ലയോ? ആന്നു കള്ളം പറയുന്നില്ല. കൈയടിച്ചു സ്വോത്രം പറഞ്ഞോ. യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ ആ കൈയൊന്നടിച്ച് ഇനി എന്റെ കാര്യം ഞാൻ പറയാനായിട്ട് പോവാ. എല്ലാ കരങ്ങളും അടിച്ച യേശുവേ, മോനെ പോവല്ല എല്ലാരും കൂടെ ഒന്ന് യേശുവേ എന്ന് വിളിച്ച്. നിങ്ങളുടെ നാട്ടുകാരനാ വിൻസെന്റ്, ഹൈന്ദവനായ ചെറുപ്പക്കാരന് ഇന്ന് രാത്രിയിലത്തെ ആരാധനയ്ക്ക് അവന്റെ ജീവിതം മാറാൻ പോവാ. അവന്റെ അകത്തൊരു കൈവശം കൊടുത്തിട്ടുണ്ട്. അവൻ അഭിഷക്ത, അവൻ നശിക്കാൻ കൊടുത്ത കൈവശം ഇന്ന് രാത്രി കർത്താവ് അത് പൊട്ടിച്ചു കളയാൻ പോവാ. അവനെ ആട്ടിമുടി മാറ്റാൻ പോവാ. ഇന്ന് രാത്രി ഒന്ന് കരമടിച്ചു ദൈവത്തിന് ഈ രാത്രി ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഒരുമിച്ചൊന്ന് ചേർന്ന ദൈവത്തിന് പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ കളരികിൽ എന്നും എന്നും
പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ, രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. ഇനി മദ്യപാനം വേണ്ട, നിർത്തിയേക്കാം. എടാ നീ ആ കൊട നൂത്ത് വെച്ച് എനിക്ക് നിന്റെ മോൻ കാണണം. എടാ രക്ഷപ്പെടാതിരിക്കാൻ ഒരു 11 വർഷത്തിന് മുൻപ് നിന്റെ കുടുംബത്തെ ഊട്ടിക്കെട്ടിയ കെട്ടായതാ. നിന്റെ അകത്ത് മദ്യത്തെ കൈവശന്നിട്ടുണ്ട്. നിനക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, ശ്രമിച്ചിട്ടുമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. സത്യല്ലേ? എന്നോട് കർത്താവ് പറയുക, ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു ദൈവത്തിന്റെ അത്ഭുതം വ്യാപരിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ. പ്രിയരെ, ഒരു സുവിശേഷ യോഗത്തിന്റെ വിജയം, ഒരു പാപി മാനസ ഇന്ന് രാത്രി ഇവിടെ വലിയ രോഗസൗഖ്യങ്ങൾ നടക്കും, നിനക്കത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കും, നിനക്കത്ത് വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കും. അഭിഷക്തന്മാരെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഈ ദേശത്തെ യോഗത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവനെ പോലെയുള്ള നിരവധി ആളുകൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടേണ്ടതിനാണ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. മോനെ, ഇനിയുമുള്ള ആയുസ്സും മുഴുവൻ ദൈവത്തിന് വേണ്ടി നിൽക്കണം. നിനക്ക് എത്ര പിള്ളേരാ ഉള്ളേ? 2 മക്കള്. ആ 2 മക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും ഭയങ്കര സങ്കട, നീ മദ്യപിക്കുന്നുണ്ട്. സത്യം. നമ്മൾ അതുകൊണ്ട് നമ്മൾ പരിചയക്കാര് വല്ലതാണോ? ഇല്ല. പോയിരുന്നോ? നിങ്ങൾ കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞ് പോയിരുന്നോടാ. നിങ്ങൾ കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. എല്ലാരും തള്ളിക്കളഞ്ഞ നിനക്കൊരു സമയം വരുന്നുണ്ട് മോനെ. എല്ലാവരും മാറ്റി നിർത്തിയാൽ വിഷമിക്കരുത്. ദൈവത്തിന്റെ ഒരു സമയം നിനക്ക് വരും. മാറ്റി ഈ തമ്പുരാൻ അവൻ കൈലിയ ഉടുത്തേക്കുന്നൊന്നും വിഷയമില്ല. എനിക്ക് തോന്നുന്ന സക്കായി കൈലിയായിരിക്കും ഉടുത്തേക്കുന്നത്, അറിയത്തില്ല. ഈ സക്കായി ഇട്ടിരുന്ന വേഷത്തിൽ ദൈവം അവനെ കൊണ്ട് വീട്ടിൽ പോയി. ഒരാമീൻ പറഞ്ഞേര്. തമ്പുരാന് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 11:30 രാത്രി. ആ സമയത്ത് ഗ്രൗണ്ട് നിറച്ചാളുണ്ട്. ഏറ്റവും പുറകിൽ സുരേഷ് പാസ്റ്റർക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും പുറകിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ചാടുകെട്ടിയ ചെറുപ്പക്കാരൻ ആ യോഗത്തിന്റെ പുറകിൽ പാട്ട് കേട്ടുകൊണ്ട് കയറി വന്ന അന്ന് രാത്രിയായിരുന്നു അവന്റെ വിടുതലിന്റെ രാത്രി. ദൈവം തീരുമാനിച്ചു വെച്ചത് 3 വിവാഹം കഴിച്ചിട്ട് നിന്നില്ല. ഞാൻ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, 3 കല്യാണം കഴിച്ചാൽ കയറി പാടാന്ന് പറഞ്ഞു. രാമീൻ പറ. അവൻ ഞെട്ടിയില്ലയോ? ഒരു സ്വത്രം പറഞ്ഞേ. ആ പ്രാവശ്യത്തെ സ്നാനത്തിന് അവർ സ്നാനക്കുളത്തെ അവനെ സ്നാനപ്പെടുത്തിയെന്ന്. അവൻ ഇന്ന് IPC നല്ല അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസിയായിട്ട് നടക്കുക. അതുകൊണ്ട് ഈ യോഗം ഈ ഇവിടുത്തുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്കുള്ള യോഗ. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് സ്വത്രം പറഞ്ഞേര്. ഈ ശബ്ദസീമയെ കേൾക്കുന്ന സകല ആളുകൾക്കും കൂടെ അതിനാ പിശാചിന് കൃത്യമായിട്ട് അറിയാം. അതിനാ പിശാച് കാര്യങ്ങളൊക്കെ നേരത്തെ അങ്ങ് ചെയ്തേ. എന്നാലും സാരമില്ല, ഉള്ള കാര്യം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ അങ്ങ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെ ദാവീദ് കാട്ടിലേക്ക് നടന്നെടുത്തു. നീണ്ട നാളുകൾ. അഭിഷക്ത അവിടെ നിൽക്കണമെന്നില്ല, കയറിയിരിക്കാം കേട്ടോ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഇവിടുത്തെ വാളണ്ടിയേഴ്സ് ഒന്ന് കൈപൊക്കി കാണിച്ചു. വാളണ്ടിയേഴ്സ് ഇവിടെ വാളണ്ടിയേഴ്സ് ഇല്ലയോ? ഉണ്ട്. ഒന്ന് കാണിച്ചോ, കൈ ഒന്ന് കാണിച്ചോ. ശരി, നിങ്ങൾ നല്ല കേട്ടോ, സൂപ്പറാ, നിങ്ങൾ നല്ല. എന്നാലും ഇച്ചൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നമ്മുടെ ആ പഴയ യോഗത്തിന്റെ ശൈലി ഇരിക്കരുത്. ചിലപ്പോൾ ഇന്ന് ഭൂതമൊക്കെ ഇളകിയേക്കും. ഒരാമീൻ പറ. ചിലപ്പോൾ ഇന്ന് രാത്രി ഭൂതമൊക്കെ ഇളകിയേക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതമൊക്കെ നിങ്ങൾ ഇച്ചൂടെ ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് നിന്നേക്കണം. അത് പറയാൻ വേണ്ടി തുടക്കമല്ലേ. പിന്നെ മഴയും തണുപ്പും ഒക്കെ പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സമയത്താണ് നിങ്ങൾ വന്നതാ. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ശരിക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയാ.
സത്യല്ലേ? കുറച്ചു നേരം ഇരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോവാ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ കൈ അടുപ്പിക്കുകയും കൈ പൊക്കുകയൊക്കെ ചെയ്യുന്നത്. കൈ പൊക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അന്നേരം എഴുന്നേക്കുമല്ലോ. സ്വത്രം പറഞ്ഞില്ല, അങ്ങനെയല്ലോ ഒന്ന് ഉറങ്ങുന്നവരൊന്നും എഴുന്നേക്കൂല. അതിനു വേണ്ടിയാ ഇടയ്ക്കൊന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി പിടിക്കുന്നത്. അങ്ങനെ ദാവീദിനെ ഒറ്റപ്പെടുത്തി, അപ്പൻ ഒറ്റപ്പെടുത്തി, അമ്മ ഒറ്റപ്പെടുത്തി. ആര് പറഞ്ഞു അപ്പനും അമ്മയും ഒറ്റപ്പെടുത്തി? ദാവീദ് പറഞ്ഞു. ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നിങ്ങൾക്കറിയാമോ സ്നേഹിതരെ, അപ്പനും അമ്മയും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലേക്ക് നാം ഒരുമിച്ച് എത്തി നിൽക്കുന്നത്. മക്കളോട് സ്നേഹമില്ലാത്ത, കുഞ്ഞുങ്ങളോട് അനുകമ്പയില്ലാത്ത, ചോര കുഞ്ഞിനെ കൊന്നുമുടിക്കാൻ മടിയില്ലാത്ത അമ്മമാർ എഴുന്നേൽക്കുന്ന ഒരു വല്ലാത്ത കാലത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലോ ഞാൻ നിന്നെ മറക്കത്തില്ല. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, ആരു നിന്നെ മറന്നാലോ മറക്കാത്തൊരു ദൈവം പാറശാലയിൽ വന്നിട്ടുണ്ട്. ഈ ശബ്ദശീമേൽ കേൾക്കുന്നവരെ, ആത്മഹത്യ പരിഹാരമല്ല. കൈയടിച്ചൊന്നേറ്റെടുത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ്, ആത്മഹത്യ അല്ല പരിഹാരം. ഈ രാത്രി വിശക്കുപ്പിയുമായി നിൽക്കുന്ന സ്നേഹിത, നിനക്ക് പകരമായി യേശു മരിച്ചിട്ടുണ്ട്. കയ്യൊന്നടിച്ചു ദൈവത്തിന് അല്പനിമിഷം ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഞാൻ ഇന്ന് രാത്രി ആത്മകണ്ണി കാണുകയാ. ഇവിടെ കൈയടിച്ച് ആരാധന നടക്കുമ്പോൾ ചില വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. ചില വ്യക്തികളെ രോഗസൗഖ്യത്തിന് വേണ്ടി ഇന്ന് രാത്രി യേശു തൊടാൻ പോകുകയാ. ചില ശരീരങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കൈയടിച്ച അഭിഷേകത്തിൽ ആരാധിക്കാൻ സന്തോഷമുള്ളവർ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ മഹത്വത്തിൽ ദൈവത്തിന് ആരാധന കൊടുത്ത്, ഇത് വെറും ഒരു യോഗമല്ല കേട്ടോ. ഇന്ന് രാത്രി നിന്റെ ലൈഫ് തിരിയുന്ന ഒരത്ഭുതത്തിന്റെ യോഗമായി മാറുക. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുണ്ടായി വന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തി, എല്ലാവരും മാറ്റി നിർത്തി, എല്ലാവരും വിടക്കം നണ്ണി, എല്ലാവരും അവരെ അവഗണിച്ചു. ഇന്ന് രാത്രി എന്നെ അവഗണിച്ച് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുള്ള ദൂതായത്. എല്ലാവരും അവഗണിക്കുമ്പോ ചേർത്തു പിടിക്കുന്ന ദൈവമുണ്ട്. ഒറ്റപ്പെടുത്തുമ്പോൾ ചേർത്തു നിർത്തുന്ന ദൈവമുണ്ട്. അവഗണിച്ചവരെ പരിഗണിക്കുന്ന ദൈവം. രാമീൻ പറയാമോ? നിന്നെ സ്കൂളിൽ അവഗണിച്ചോ, ഇന്ന് രാത്രി ദൈവം നിന്നെ പരിഗണിക്കാൻ പോവാ. നിന്നെ സഭയിൽ അവഗണിച്ചോ, എന്റെ ദൈവം നിന്നെ പരിഗണിക്കാൻ പോവാ. നിന്നെ ജോലി സ്ഥലത്ത് അവഗണിച്ചാൽ ഇന്ന് രാത്രി എന്റെ ദൈവം നിന്നെ പരിഗണിക്കാൻ പോവാ. ഒരാൾക്ക് കൈ കൊടുത്തു പറഞ്ഞ, ദൈവം എന്നെ പരിഗണിക്കാൻ പോവാന്ന് പറഞ്ഞേ. ദൈവം എന്നെ പരിഗണിക്കാൻ പോവാന്ന് പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, യേശു നിന്നെ പരിഗണിക്കാൻ പോകുകയാ. അവഗണിച്ച നിന്നെ പരിഗണിക്കുന്നൊരു ദൈവമുണ്ട്. ഒറ്റപ്പെടുത്തിയ നിന്നെ അവൻ ചേർത്തു പിടിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കാത്തിരുന്ന അമ്മയും അപ്പനും. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ദിവസം കൊണ്ട് എന്റെ വീഡിയോ കണ്ട സന്ദേശം അതായിരുന്നു. സ്വന്തം അപ്പനെ വീടിനകത്ത് വെച്ച് പെന്തക്കോസ്തുകാരൻ ചെറുപ്പക്കാരൻ ഒരു മടിയില്ലാതെ തലങ്കം വലങ്കം വെട്ടി അപ്പൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട ആ ചെറുപ്പക്കാരൻ ജയിലിൽ കിടക്കുന്ന. അവനെ കാണാൻ ഞാൻ ജയിലിൽ പോയിരുന്നു അവനോട് സംസാരിക്കാൻ. ഞാൻ അവനോട് ചോദിച്ചു, കുഞ്ഞെ, നീ രക്ഷിക്കപ്പെട്ടതല്ലേ? നീ സ്നാനപ്പെട്ടതല്ലേ? നീ യേശുവിനെ സേവിച്ചവനല്ലേ? എന്നെ പറ്റി നിനക്ക് ഒരു ഷോർട്ട് കട്ട് നോക്കിയ ഇന്ന് രാത്രി സ്നേഹിതരെ, ഒരു വല്ലാത്ത കാലത്തിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്.
ഇന്ന് രാത്രിത്തെ യോഗം അതൊക്കെ തിരിച്ചു പിടിക്കുന്ന രാത്രിയായി മാറാൻ പോവാ. നഷ്ടപ്പെട്ടു പോയ ചെറുപ്പക്കാരെ എന്റെ ദൈവം ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ പോകുകയാ. നഷ്ടപ്പെട്ടു പോയ യൗവനക്കാരെ, യൗവനക്കാരുത്തികളെ എന്റെ ദൈവം തിരിച്ചു പിടിക്കുന്ന രാത്രിയാണ്. അതിനുവേണ്ടി കരയുന്ന അമ്മമാര്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാര്, അതിനുവേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന അഭിഷക്തന്മാർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ദൈവം എന്നെ അയച്ചത്, ദൈവം എന്നോട് പറഞ്ഞത്, അതിനെ മുഴുവൻ തിരിച്ചു പിടിക്കാൻ നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ ശക്തിയുമുണ്ട്. ഒരു കാര്യം നിങ്ങൾ കേൾക്കണം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രസംഗം മാത്രമല്ല. ആയിരുന്നോ? അല്ല. പ്രസംഗം മാത്രമേ ഉള്ളോ? ആണോ? അല്ല. അത് കഴിഞ്ഞ് യോഗം നീണ്ടുപോയാൽ 5 അപ്പം എടുത്ത് 5000 പേർക്ക് കൊടുക്കും. രാമയും പറഞ്ഞില്ല. ഇതാ യേശുവിന്റെ ശുശ്രൂഷ. അവിടെ രോഗി ഉണ്ടെങ്കിൽ അവനെ സൗഖ്യമാക്കും. ആക്കോ ഇല്ലയോ? 12 വർഷം രക്തസ്രവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കി വിട്ടു. കൂനിയായ സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു വിട്ടു. ചത്ത് കിടന്ന ജായിറോസിന്റെ മോളെ എഴുന്നേൽപ്പിച്ചു വിട്ടു. രാമയും പറ. ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്ന് കല്ലുരുട്ടി മാറ്റി ലാസറിനെ വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. ഓരോ ആമയും പറയാൻ പറ്റുമല്ലോ അല്ലേ? യേശു കർത്താവിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? അവിടെ നിന്നിട്ട് മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ അവൻ ഉയർത്തു വരുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇപ്പൊ ഉയർക്കത്തില്ല, ഒടുക്കത്തെ നാളിലെ ഉയർക്കത്തുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കാൻ. കേൾക്കുന്നവരാ കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. പാറശാല ദേശമേ, മരണത്തിനപ്പുറത്തുള്ള ഒരു സന്ദേശം ഇന്ന് രാത്രി വിളിച്ചു പറയുക. പാറശാലയോട്, ജീവിച്ചിരുന്ന യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങളത് കേട്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് രാത്രി ഈ മഴയൊക്കെ അവഗണിച്ച് ഈ യോഗത്തിൽ വന്നിരുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അങ്ങനെ ലാസറിന്റെ പെങ്ങന്മാര് 2 പേരും യേശുവും കൂടെ കല്ലറയ്ക്ക് ചെന്നു. ഒരു കാര്യം കൂടെ കേട്ടോണം, ഈ പോകുന്ന പോക്കിലെ വിമർശിക്കാൻ കുറച്ച് ഏട്ടന്മാരുണ്ട്, കുറച്ച് യഹൂദ പ്രമാണികൾ കൂടിയിട്ടുണ്ട്. വിമർശിക്കാൻ വന്ന ഒരാമീൻ പറ. അവര് എന്തുവാന്ന് കാണാൻ വന്നതാ. അങ്ങനെ കുറച്ചേറെ ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, കല്ല് മാറ്റുവിൻ. കർത്താവിന് കല്ല് മാറ്റാൻ പറ്റില്ലേ? കർത്താവിന് കല്ല് മാറ്റാൻ പറ്റില്ലേ? പക്ഷെ നീ വെച്ച കല്ല് നീ മാറ്റണം. ഒരാമയും പറഞ്ഞില്ല. ഈ രാത്രി ചില കല്ല് മാറാൻ പോവാ. ചില ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ മൊബൈൽ ഒരു കല്ലാണ്. ഒരാമയും പറഞ്ഞില്ല. നിങ്ങൾ കേട്ടില്ലേ? പഠിക്കുന്ന ചെറുക്കനോട് മൊബൈൽ ഫോൺ മാറ്റി വെക്കാൻ പറയുമ്പോ അമ്മയോടൊരു ചെറിയ ദേഷ്യം, അപ്പനോടൊരു ചെറിയ പിടിവാശി. എന്തോ പറ്റി? അവൻ മൊബൈലിന് അഡിക്റ്റഡായി, നെറ്റ്വർക്കിന്റെ വലയിലായി. ഒരാമയും പറഞ്ഞില്ല. അവൻ നെറ്റ്വർക്കിനകത്തായി. പണ്ട് നമ്മുടെ രാത്രി 11 മണി കഴിഞ്ഞ് രാവിലെ വരെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഒക്കെ ഫ്രീ ആയിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ജിയോ ഒക്കെ തരുമായിരുന്നു. ഞാൻ ഒരു ദിവസം രാത്രി ഒരു യോഗം കഴിഞ്ഞ് വരുമ്പോ ഒരു പാസ്റ്റർ മോൻ റോഡിൽ ഇരുന്ന് ഫോൺ വിളിക്കുന്നു. ഞാൻ ചോദിച്ച എന്നാ പറ്റിയടാ? രാത്രി ആരോടായി മിണ്ടുന്ന? അച്ഛാ ഫ്രീ ആന്ന് പറഞ്ഞു. എന്നാ പിന്നെ കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വിളിക്കുക. ഒരാമയും പറഞ്ഞില്ല. പിന്നെ ഇവൻ വിളിച്ചിട്ട് വേണം ജിയോക്കാരൻ കഞ്ഞി വെക്കാൻ. എന്റെ പൊന്നു ചെറുക്ക, ഈ 2 കാര്യം ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോണം. നീ ആരെങ്കിലും കയറി വിളിച്ച് അവരെങ്ങനെ ആത്മഹത്യ ചെയ്ത പോലീസുകാരെ തപ്പുന്നത് ഫോൺ കോളാ. ഏറ്റവും അവസാനം ആരുടെ ഫോണിൽ കോള് വന്നോ അവൻ ജയിലിൽ കിടക്കും. ആമയും പറഞ്ഞില്ല. അതുകൊണ്ട് രാത്രി കയറി വട്ടികാസ് ഒന്നും വിളിക്കരുത്. കൈ ഉയർത്തി ഒരു ആമയും പറഞ്ഞേര്. 2 കാര്യം കൂടെ പറയുക. വല്ല പിടുത്തത്തിലുമാണ് ഇന്ന് രാത്രിയില്ലെങ്കിൽ ആ പിടുത്തം വിട്ടുപോരാൻ യേശു പറയുക. മക്കളെ, യേശു ആയിരിക്കണം നിന്റെ ലഹരി. ഒരാമയും പറഞ്ഞില്ല. സ്നേഹിതരെ, ഇന്നലെ ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരമ്മയും 2 മക്കളും ഛത്തീസ്ഗഡിൽ നിന്നും കൊങ്കണി വിഭാഗത്തിൽ നിന്നും 2 കുട്ടികളും ആരാധനയ്ക്ക് വന്നു. ഈ ചെറുപ്പക്കാരെ പോലെ വർഷിപ്പ് ചെയ്യുന്ന ചെറുപ്പക്കാരാ അവിടെ വന്നു നിന്നത്. ഞാൻ ഈ കുട്ടികളെ വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരുമ്പോ യേശു എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ ലഹരി ഉപയോഗിക്കും.
എനിക്കിത് പറയണോ പറയണ്ടെന്നും അറിയില്ല. ഞാൻ ഈ ചെറുക്കനെ വിളിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവൻ പൊട്ടിക്കരഞ്ഞ് എന്നോട് പറഞ്ഞച്ചാ 13ാമത്തെ വയസ്സിൽ തുടങ്ങിയ നിർത്താൻ പറ്റുന്നില്ല. ഞാനും പെങ്ങളും കൂടെ ഉപയോഗിക്കുന്നേ, കഞ്ചാവ് ഉപയോഗിക്കും, കാശിഷ് ഉപയോഗിക്കും, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കും, എല്ലാ സാധനവും ഉപയോഗിക്കും. പാടാൻ നിന്ന പാടുകയും ചെയ്യും. ഒരാമീൻ പറഞ്ഞില്ല. പക്ഷെ പിടി വീണു സ്നേഹിതരെ. ഇന്ന് രാത്രിയും ചില പിടി വീഴും. ഒരാമീൻ പറഞ്ഞേ. അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ള ദൈവമാ ഈ യോഗത്തിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് രാത്രി നമ്മയൊക്കെ വിവേചിക്കാൻ കരുത്തുള്ള ഒരു മഹാദൈവം ഇന്ന് രാത്രി ഈ യോഗത്തിന്റെ നടുവിലൂടെ ഉലാവുന്നുണ്ട്. ഒന്ന് കൈതട്ടി ഒരാമീൻ പറഞ്ഞു. യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവിന് ഒരാമീൻ പറഞ്ഞ മക്കളെ, രസത്തിന് വേണ്ടിയാ ലഹരി ഉപയോഗിക്കുന്നത്, രസത്തിന് വേണ്ടിയാ കഞ്ചാവ് ഉപയോഗിക്കുന്നത്, രസത്തിന് വേണ്ടിയാ കാശിഷ് ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, ഇത് അവസാനിപ്പിക്കുക. യേശുവാണ് നമ്മുടെ ലഹരി. കൈയൊന്ന് ഉയർത്തി ഒരാമീൻ പറയാമോ? ഈ രാത്രി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. എനിക്ക് ഇത്രയും ചെറുപ്പക്കാരെ സ്റ്റേജിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷ. ഇവരൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഇൻസ്ട്രുമെന്റുമായിട്ട് ഇവർ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നല്ലോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നല്ലോ. അതൊരു ഭാഗ്യമാണ്. ഒന്ന് കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. ഒരു കാര്യം ഇന്ന് രാത്രി തൂത് പറയാ, ഈ ദേശത്തൊരു ദൈവ പ്രവൃത്തി ചലിക്കാൻ പോകുക. ഈ ദേശത്ത് കുടിയിരിക്കുന്ന ചില ഇരുളിന്റെ ശക്തികളുണ്ട്. ഇന്ന് രാത്രിത്തെ ആരാധനയിൽ എന്റെ ദൈവം അതിനെ ഉടച്ചു കളയാൻ പോകുക. ആത്മക്കണ്ണുള്ള ആളുകൾ ഇന്ന് രാത്രി ആത്മാവിലൊന്ന് നോക്കിയേ. ഇതിന്റെ നടുവിലൂടെ സർവവസ്ത്ര വിഭൂഷാദികളോടുകൂടെ ഉലാവുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ രാത്രി അവന്റെ സാന്നിധ്യവും ശക്തിയോ അവന്റെ കൃപയും ഇന്ന് രാത്രി ഇതിന്റെ നടുവിലൂടെ ഇറങ്ങി വരികയാ. ചിലരെ തൊടേണ്ടതിന് വേണ്ടി, ചില അവസ്ഥകൾ മാറ്റേണ്ടതിന് വേണ്ടിയാ. ആത്മാവുള്ള ആളുകൾ അല്പനിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് മതിമറന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ യേശുവിനെ ഒന്ന് ആരാധിച്ച് ഞാൻ ഇന്ന് രാത്രി വെളിപ്പാട് കാണുകയാ. ചിലരെ സൗഖ്യമാക്കാൻ, ചില കുടുംബങ്ങളെ വിടുവിക്കാൻ, ചില വ്യക്തികൾക്ക് സൗഖ്യം തരാൻ. കരമടിച്ച് ഒന്ന് അന്യഭാഷ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് അന്യഭാഷ പറഞ്ഞ് നിന്റെ കുടുംബത്തിന് വിരോധമായി പിശാച് പിടിച്ചു വെച്ച കല്ലുകളെ എന്റെ ദൈവം ഇന്ന് രാത്രി ഉരുട്ടിക്കളയാൻ പോകുക. ആരും ഉരുളത്തില്ല എന്ന് പറയുന്ന ചില കല്ലുകളെ എന്റെ ദൈവം ഇന്ന് രാത്രിയെ രണ്ട് കരങ്ങളും ഒന്നടിച്ച് അന്യഭാഷ പറഞ്ഞ ദൈവത്തിന് ഈ രാത്രി ഒന്ന് സ്തോത്രം ചെയ്ത്, ഈ രാത്രി ഒന്ന് മഹത്വം കൊടുത്ത് എന്നോട് ആത്മാവെന്ന് രാത്രി വിളിച്ചു പറയുക. ഇതിന്റെ നടുവിലൂടെ ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. സ്നേഹിതരെ, നിങ്ങളുടെ മരിച്ചു എന്ന് പറയുന്ന വിഷയം ഇന്ന് രാത്രി ഉയർക്കാൻ പോവാ. ഉറപ്പുള്ളവരാ കൈ ഉയർത്തി ഒന്ന് കാണിച്ചേ. ശക്തിയോടെ കൈ ഒന്ന് വീശി കാണിച്ചേ. കർത്താവിനോട് പറയുക, ചിലത് ഇന്ന് രാത്രി ഉയർക്കാൻ പോവാ, ചിലത് ഉയർക്കാൻ പോവാ, ചിലത് ഉയർക്കാൻ പോകുക. മോനെ, ചിലത് ഉയർക്കാൻ പോകുക. സഹോദരങ്ങളെ, ചിലത് ഉയർക്കാൻ പോകുക. ഇന്ന് രാത്രി പന്തലിനകത്ത് യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട് നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ. യേശു വിടുവിച്ചാൽ ഒരുത്തനും കെട്ടാൻ പറ്റുകയില്ല. നിങ്ങളുടെ കാര്യ പറയുന്നേ. ഇവിടുന്ന് രണ്ടാമതിരിക്കുന്നയാള്, കണ്ണാടി വെച്ച ആളിന്റെ ഇപ്പുറത്തിരിക്കുന്ന ആളെ. നിങ്ങളുടെ കാര്യം ഒന്ന് മുന്നോട്ട് വരാ. ഒരു വാളണ്ടിയറും കൂടെ വാ. ഈ ഫ്രണ്ടിലോട്ട് നിന്നേ ബ്രദറെ, ഇങ്ങോട്ട് നിന്നേ. നിന്നെ ഒരു സ്ഥലത്ത് ഒതുക്കിക്കളയാൻ പിശാച് നോക്കിയതാ. മോനെ, പുറലോട്ട് വരണം. നീ ഒരഭിഷക്തനാകാൻ പോവാ. ദൈവത്തിന്
ദൈവത്തിന്റെ വേല ചെയ്യുക. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാനാ കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചേക്കുന്നേ. കർത്താവ് എന്നോട് പറയുക, ഒട്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നിന്റെ അവസ്ഥകളെ മുഴുവൻ ഇന്ന് രാത്രി എന്റെ ദൈവം മാറ്റാനായിട്ട് തുടങ്ങുക. നിന്റെ ജീവിതത്തിനകത്തൊരു പുതിയ അധ്യായം ഇന്ന് രാത്രി എന്റെ ദൈവം എഴുതി ചേർക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ഞാൻ വിളിച്ച എന്തിനാന്നറിയോ? എന്നോട് കർത്താവ് പറഞ്ഞു, നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടും. നിന്റെ മുൻപിൽ ഒരുപാട് കരച്ചിലുണ്ട്, നിന്റെ മുൻപിൽ ഒരുപാട് ഒറ്റപ്പെടലുണ്ട്. നീ ഇന്ന് രാവിലെ ഒരു കാര്യം ചോദിച്ചോണ്ടാ ഇന്ന് രാത്രി വന്നേ. കർത്താവേ, എൻ്റെ കൊച്ചിൻ്റെ കാര്യം എന്നാ നടക്കുമെന്ന് എന്നോട് പറയണേ എന്ന് പറഞ്ഞോണ്ടാ നീ വന്നേ. കർത്താവ് എന്നോട് പറയുക, നിന്റെ തലമുറ നീ ഉയർത്താൻ പോവാ. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പോവാ. ഒന്ന് കൈയടിച്ചു ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ആ നാമത്തെ ഒന്ന് വിളിക്കും. അവന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടല്ലോ, ആ വാഗ്ദത്തം നിറവേറും. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. അവനെ പ്രാർത്ഥിച്ചു വിട്ടപ്പോ നീ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കൈ പൈസ ഇല്ല, നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ എന്ന് നീ പറഞ്ഞിട്ടു. ദേവാസനെ, ഞാൻ ഈ പറയുന്നൊക്കെ സത്യ 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 നിങ്ങളുടെ പാഠശാലക്കാരുടെ ഈ കാര്യം പറയുന്നേ കേട്ടോ. അവനത് ഉയർത്താൻ പോവാ. നിങ്ങളുടെ കണ്ണിൽ കൂടെ കുടുകൂടെ കണ്ണുനീര് വരുമ്പോ ഞാൻ അറിയാതെ കരഞ്ഞു പോവാ. എന്നോട് അവനിപ്പോ എവിടാ പോയേക്കുന്നേ? എക്സാം എഴുതാൻ പോവാ ചെന്നൈയില്. എന്നാ എക്സാം? നാളെ. രാമയും പറ. യേശു വലിയ ആളാട്ടോ. ഇന്ന് രാത്രി നിങ്ങളുടെ മക്കളുടെ കാര്യം കൈകാര്യം ചെയ്യാൻ പോവാ. ഒന്ന് കൈയടിച്ച ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞേ. ഒന്ന് പോയിരുന്ന ദൈവാസനെ ഒന്ന് കൈയടിച്ച യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഞാൻ ഒരു വെളിപ്പാടും കൂടെ കാണുക. ഇതിനകത്ത് ഭയങ്കര രോഗസൗഖ്യം നടക്കുക. ഇതിനകത്ത് ഭയങ്കര രോഗസൗഖ്യം നടക്കുക. ചേച്ചിയെ, ഭയങ്കര രോഗസൗഖ്യം നടക്കുക. ഇതിനകത്ത് ഭയങ്കര സൗഖ്യം നടക്കുക. യേശുവേ എന്നൊന്ന് വിളിച്ചു ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞ് ഇതിനകത്ത് ഭയങ്കര സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. യേശു ചില ആളുകളെ തൊട്ടുകൊണ്ടിരിക്കുക. ചില ആളുകളുടെ ദൈവത്തിന്റെ സൗഖ്യങ്ങൾ ഇന്ന് രാത്രി പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ചില ആളുകളെ സൗഖ്യമാക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ കരം ഒന്നടിച്ചു ദൈവത്തിന് യേശുവേ ഒന്ന് വിളിച്ച്
ചില വീടുകളിൽ, ഇവിടെ മാത്രമല്ല, ഈ ശബ്ദസീമയിൽ കേൾക്കുന്ന ചില കുടുംബങ്ങളിലും ഇതൊരു വിടുതലായി മാറാൻ പോവാ. കർത്താവിനോട് പറയുന്ന വാക്ക് എന്നാന്നറിയാമോ? നിനക്കെതിരെ ലോകം പിടിച്ചു വെച്ച കല്ലുകൾ ഇന്ന് രാത്രി ഉരുണ്ടു മാറാൻ പോവാ. ഇതിനകത്തൊരു ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോവാ. നിനക്കെതിരെ പിശാച് പിടിച്ചു വെച്ച ഒരു കല്ലുണ്ട്. ചില യൗവനക്കാരത്തുകൾ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയാൻ പോവുക. ചില യൗവനക്കാരെന്ന് രാത്രി ദൈവകൃപയിൽ നിറയുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവാം ദൈവനോട് പറയുക, മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മമാരി യോഗത്തിലിരിപ്പുണ്ട്. ഇതിനകത്ത് മേജർ സൗഖ്യങ്ങൾ വെളിപ്പെടുക, ഇതിനകത്ത് മേജർ അത്ഭുതങ്ങൾ വെളിപ്പെടുക. ഒന്ന് കൈയടിച്ച ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ യേശുവേ എന്നൊന്ന് വിളിച്ച ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്ത്, ഇത് നിന്റെ രാത്രിയാണ്, ഇത് പ്രാർത്ഥിക്കുന്നവന്റെ രാത്രിയാണ്, ഇത് ആരാധിക്കുന്നവന്റെ രാത്രിയാണ്. സ്നേഹിതരെ, ഒരു വാക്ക് നിങ്ങോട് പറയട്ടെ. യൂട്യൂബിനകത്ത് ABC ന്യൂസ് എന്ന് പറയുന്ന നിരീശ്വരന്മാരുടെ ഒരു ചാനലുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ 70% ദൈവത്തെ വിശ്വസിക്കാത്ത ആളുകളാ. ഒരു ദൈവത്തെ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞെന്നറിയോ? പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധം, അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ബൈബിളാ. നിങ്ങളൊരു ആമയും പറഞ്ഞില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പാലസ്തീന്. വന്നിട്ട് അദ്ദേഹം എഗസ്കേ പ്രവാചകന്റെ പുസ്തകം അങ്ങനെ നീണ്ട നിവർത്തി ഒന്ന് വായിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തെ ഒന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഈ ബൈബിളിൽ പറഞ്ഞതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ. സ്നേഹിതരെ, നമുക്ക് തല ഉയർത്താൻ പറ്റുമല്ലോ അല്ലേ? ബൈബിള് പറഞ്ഞ സംഭവിക്കുക. അതെന്നാന്നറിയോ? ഈ പുതിയ നിയമത്തിനകത്തും പഴയ നിയമത്തിനകത്തും പല തസ്തികകളും ദൈവം മാറ്റി. നിങ്ങൾക്കത് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പഴയ നിയമത്തിനകത്ത് രാജാവെന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു, അല്ലേ? രാജാവ്, പുരോഹിതൻ, പിന്നെ പ്രവാചകൻ, ന്യായാധിപൻ. ന്യായാധിപൻ എന്ന് പറഞ്ഞ ആരാണ്? ജഡ്ജി. ന്യായാധിപൻ ആരാണ്? ജഡ്ജി. സിംസോൻ ജഡ്ജി ആയിരുന്നില്ലയോ? രാമയും പറഞ്ഞില്ല, ഒരു സ്വോത്രം പറഞ്ഞില്ല. നിങ്ങൾ ജഡ്ജിയാ കഥവും കൊണ്ട് കയറിപ്പോയ നിങ്ങൾ കണ്ടില്ലേ? ശക്തി വന്നപ്പം അതാ. നാളെ ബാക്കിയൊക്കെ പറയും, സമയമില്ലാത്തോട് ഞാൻ പിടിച്ചു നിൽക്കുക. നിങ്ങൾ കേക്ക്. പുതിയ പഴയ നിയമത്തിലെ രാജാവെന്നുള്ള തസ്തിക ഇപ്പൊ ഇല്ല. ഉണ്ടോ? രാജാവുണ്ടോ? രാജാവുണ്ടോ? നീ രക്ഷിക്കപ്പെട്ട തമിഴ സുന്ദര ചെറുക്കൻ. തമിഴ്. അവന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, അവൻ പറഞ്ഞത് എനിക്കും മനസ്സിലായില്ല. നിങ്ങൾ കൈവക്കി ഒരു സ്വത്രം പറഞ്ഞു എന്തെങ്കിലും വാട്ട, ബാക്കി പറയാൻ പോവാ. നിങ്ങൾക്ക് എനിക്ക് തമിഴ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾ കേൾക്കന്നെ. പഴയ നിയമത്തിലെ പല തസ്തികയും തമ്പുരാൻ മാറ്റി. രാജാവെന്നൊരു തസ്തിക ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. രാജാവെന്ന് തസ്തിക ഉണ്ടോ? ഉണ്ടോ ദിവസനെ? ഇപ്പൊ ഇല്ല, തസ്തിക ഇല്ല. ന്യായാധിപൻ, ജഡ്ജി എന്നൊരു തസ്തിക ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഇല്ല. നമ്മുടെ ഇത് പാറശാലയിലെ ജഡ്ജി അങ്ങനെയാണോ? അല്ല, ഒരു സ്വോത്രം പറഞ്ഞില്ല. അങ്ങൊരു തസ്തിക ഇപ്പൊ ഇല്ല. അങ്ങനെ പല തസ്തികയെ മാറ്റി. പക്ഷേ പഴയ നിയമത്തിലെ തസ്തിക നിർത്തിയ ഒരു തസ്തിക പ്രവാചകനാ. രാമീം പറ. പഴയ നിയമത്തിലും പ്രവാചകനുണ്ട്, ആ തസ്തികയുണ്ട്. പുതിയ നിയമത്തിലും ആരുണ്ട്? ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരായും പ്രവാചകന്മാരായും നിയമിച്ചിരിക്കുന്നു. രാമീം പറഞ്ഞില്ല. പുതിയ നിയമത്തിൽ എന്തോ തസ്തികയുണ്ട്, പ്രവാചകൻ എന്ന തസ്തികയുണ്ട്. സ്നേഹിതരെ, എനിക്കെന്താ കാണാൻ പറ്റുന്നറിയോ? ഇതിനകത്ത് ദൈവത്തിന്റെ കൈ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാകട്ടോ. മുമ്പേ കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ തമ്പുരാന്റെ കൈ ഇതിനകത്ത് ഇറങ്ങി വന്ന് ചില ആളുകളെ തൊടുന്ന പോലെ ഞാൻ കണ്ടു. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി ഭയങ്കര രോഗസൗഖ്യം നടക്കാൻ പോവാ. ഇന്ന് രാത്രി വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോവാ. ഇന്ന് രാത്രി
രാത്രി ദൈവത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കാൻ പോവാ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കൃപ ഇതിനകത്ത് വ്യാപരിച്ചിറങ്ങുന്ന വെളിപ്പാട് ഞാൻ ഇന്ന് രാത്രി കാണുക. നിങ്ങൾ പിടിച്ചോണ്ടിരിക്കുന്ന പുസ്തകം, നിങ്ങൾ വായിക്കുന്ന പുസ്തകം, ഈ പുസ്തകത്തിന് വേണ്ടി വില കൊടുത്ത ആളുകളുണ്ട്. ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയുക, ഈ പുസ്തകം എടുത്തവർ ഇന്ന് വരെ ലജ്ജിച്ചു പോയില്ല. ഉറച്ചൊരാമീൻ പറഞ്ഞേ. ഈ പുസ്തകം എടുത്തവരോ അവരുടെ കുടുംബമോ അവർ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്നേഹിതരെ, ഞാന് അണ്ടർ 13 തൊട്ട് 12 ജില്ലയ്ക്ക് വേണ്ടി കളിക്കുന്നയാളാ. ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. അണ്ടർ 13 തൊട്ട് കളിക്കുന്നയാളാ. 17ാമത്തെ വയസ്സായപ്പോ ദൈവം എന്നോട് പറഞ്ഞു, അന്ന് പള്ളിയിലെ അച്ഛനാകാനുള്ള പുറപ്പാടിൽ എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ പള്ളിയിലെ അച്ഛനാവണമെന്നാ. അങ്ങനെ അതിനുള്ള പുറപ്പാടി മുന്നോട്ട് പോയതാ. കൃപയാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എല്ലാം ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒത്തിരി പ്രതിസന്ധി ഉണ്ടായി, ഒരുപാട് പ്രതികൂലങ്ങൾ വന്നു. എങ്കിലും കൈവിടാത്തൊരു ദൈവം കൂടെ ഉണ്ട്. കേൾക്കുന്ന ആളുകളുണ്ടോ? സമയമാകുമ്പോൾ നീ ദൈവത്തിന്റെ പന്തി വരും. സമയമാകുമ്പോൾ നീ ദൈവ സാന്നിധ്യത്തിലെത്തോ. നിന്റെ സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് നീ വരോ. ഒന്ന് കൈയടിച്ചു ദൈവത്തിന് ഒരച്ചൊരാമയും പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒരച്ചൊരാമയും പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ നാഴിക വന്നിട്ടുണ്ട്. അങ്ങനെ യേശു കർത്താവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ശിഷ്യന്മാരും എല്ലാം കൂടെ ചേർന്ന് ലാസർ ഇരിക്കുന്ന കല്ലറ അടുത്ത് വന്നു. മാർത്തയ്ക്ക് മൊത്തത്തിൽ അവിശ്വാസ. മാർത്തയ്ക്ക് വിശ്വാസമൊന്നുമില്ല പാസ്റ്ററെ, മൊത്തത്തിൽ അവിശ്വാസ. ആർക്ക്? മാർത്തയ്ക്ക് ഉയർക്കുമെന്നൊന്നും വിശ്വാസമില്ല. പിന്നെ യേശു വിളിച്ചല്ലേ അതിന് കൂടെ ചെന്നതാ. യേശു കർത്താവ് കല്ലട ചോട്ടിച്ചെന്നിട്ട് പറഞ്ഞു, കല്ല് മാറ്റണം. എന്നാ മാറ്റണം? ഇന്ന് രാത്രി നമ്മൾ കല്ല് മാറ്റി കൊടുക്കും. ഒരാമീൻ പറ. പരിശുദ്ധാത്മാവിന് കേറി വരാൻ പറ്റാത്ത കല്ല്. ഒരാമീൻ പറഞ്ഞില്ല. യേശുവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത കല്ല്. ഇന്ന് രാത്രി നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ കല്ല് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ കൈയടിച്ചോണ്ടിരിക്കുമ്പോ കല്ല് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ അവിശ്വാസത്തിന്റെ കല്ല് ഇന്ന് രാത്രി മാറാൻ പോവാ. നിന്റെ ജീവിതത്തിൽ ഉയർപ്പ് നടക്കാൻ ദൈവത്തിന് ആവശ്യമുള്ളത് നിന്റെ വിശ്വാസമാണ്. നിന്റെ വിശ്വാസമാണ്. നിന്റെ വിശ്വാസമാണ്. എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി ആവശ്യമുള്ളത്. ഈ കോരിച്ചൊരിയുന്ന മഴ നടക്കുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി ചില ആളുകളുടെ വിശ്വാസത്തെ മാനിച്ച് ദൈവത്തിന്റെ പദ്ധതികളെ ഇന്ന് രാത്രി ദൈവം ചെയ്തു തുടങ്ങാൻ പോകുക. കർത്താവ് എന്നോട് പറയുന്നത്, നിന്റെ മുൻപിൽ ലോകം പിടിച്ചു വെച്ച കല്ലുകള് എന്റെ ദൈവം ഉരുട്ടിക്കളയാൻ പോകുക. പ്രാർത്ഥിക്കുന്നവർ കരമടിച്ച് അന്യഭാഷ പറഞ്ഞ യേശുവേ, ഒന്ന് വിളിച്ച ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിന് മഹത്വം കൊടുത്തേ. കല്ലുരുട്ടി മാറ്റി കർത്താവ് അവിടോട്ട് നിന്ന് ഒരു കുഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നാ പ്രാർത്ഥന? നിങ്ങളുടെ പ്രാർത്ഥനയുടെ നീളത്തിലല്ല അത്ഭുതം നടക്കുന്നത്, ആത്മാർത്ഥതയില. ഒരാമീൻ പറഞ്ഞില്ല. ഷോയ്ക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നേ, ആത്മാർത്ഥത കൊണ്ട് പ്രാർത്ഥിക്കണം. ചില വിഷയം സങ്കടപ്പെടുമ്പം ഒരു പ്രാർത്ഥനയില്ലേ, അത് കേൾക്കാൻ പോവാ ദൈവം. താഴോട്ട് നിന്നിട്ട് കർത്താവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിതാവേ, ഇതുവരെ നീ എന്റെ അപേക്ഷ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും നീ എന്റെ അപേക്ഷ കേൾക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിപ്പം പറയാൻ പോവാ, എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണം. നിങ്ങൾക്കൊരാമീൻ പറയാോ? എന്നാ പ്രാർത്ഥനയല്ലേ, എന്തൊരു പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചേ. ഇത്രേ പറഞ്ഞുള്ളൂ, പിതാവേ നീ എന്നെ അയച്ചാന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാനിപ്പോ അങ്ങയോട് പ്രാർത്ഥിക്കുക, ഈ ജനം വിശ്വസിക്കേണ്ടതിന് ഒരത്ഭുതം എനിക്ക് വേണ്ടി ചെയ്യണം. എന്നിട്ട് കല്ലറെ നോക്കി ഒരു വിളി വിളിച്ചു. എന്നാ വിളിച്ചേ? ലാസറെ പുറത്തു വരാൻ പറഞ്ഞു. എന്തിനാ യേശു കർത്താവ് ഈ ലാസറിന്റെ പേരെടുത്ത് വിളിച്ചെന്നറിയാവോ? എന്തിനാ ലാസറിന്റെ പേരെടുത്ത് വിളിച്ചേ? ഇല്ലെങ്കിൽ പുറത്തു വരാൻ പറഞ്ഞാൽ അവിടെ കിടക്കുന്ന 350 ശവം പുറത്തു വരും. ഒരാമയും പറഞ്ഞില്ല. സത്യല്ലേ? എനിക്കൊന്ന് ഇവർക്ക് ഇതെല്ലാം തമിഴാണോ?
ഇവരുടെ ഇരിപ്പ് കണ്ടിട്ട് അവർക്ക് മനസ്സിലാവാത്ത പോലെ. കുഴപ്പമില്ല. എന്നാലും അപ്പൊ ഈ കർത്താവല്ലാതെ കേറി വിളിച്ചാൽ ഈ 350 അടക്കിയ പുള്ളികളും കൂടെ എവിടെ വന്നിരിക്കും? സത്യല്ലേ? യേശു കർത്താവ് അവിടെ എന്ന് പറയാ, ഇനി പോരാൻ പറഞ്ഞാൽ ലാസറും ഉണ്ട്, മുഴുവൻ ആളുകളും കെട്ടും കെട്ടി അവിടെ വന്നിരിക്കും. ഒരു സ്വോത്രം പറഞ്ഞില്ല. അതിനാ പേരെടുത്ത് വിളിച്ചേ. ഒരാമീൻ പറ. ഇന്ന് രാത്രി നിന്നോട് മിണ്ടാൻ നിന്റെ പേരെടുത്ത് വിളിക്കും. ശരിക്കും ഒരു ആമീൻ പറ. കർത്താവ് ഇന്ന് രാത്രി ചെല്ലോട് സംസാരിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ചില സൗഖ്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് നടക്കാനായിട്ട് പോവാ. ഏത് പിശാച് തടഞ്ഞാലും, ഏത് മന്ത്രവാദി തടഞ്ഞാലും, ഏത് ആഭിചാരകൻ തടഞ്ഞാലും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം ഇന്ന് രാത്രി നടക്കാൻ പോവാ. എന്നോട് കർത്താവ് പറയുക, കെട്ടിവെച്ചവൻ പുറത്തു വന്നെന്ന് ഈ രാത്രി ആത്മാവനോട് പറയുക. ചില ആളുകൾ പുറത്തു വരാൻ പോവാ. കൈയൊന്നടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ അല്പനിമിഷം കരമൊന്നടിച്ച് ഒന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ഞാൻ പാറശാലയിൽ കാണുക. എന്റെ ദൈവം ചില കെട്ടുകൾ അഴിക്കാൻ പോവുക, ചില പ്രദേശങ്ങൾ ഉടക്കാൻ പോവുക. ആത്മാവുള്ള ആളുകൾ, ആത്മാവിൽ നിറഞ്ഞ ദൈവത്തിന് ആ കരങ്ങളൊന്നടിച്ച് യേശുവേ എന്ന് വിളിച്ച് സൗഖ്യങ്ങൾ നടക്കുന്നേ. യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നേ. യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നേ. ആ രണ്ട് കരങ്ങളും അടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്നതാണ്. ഒരു മേജർ സൗഖ്യം നടക്കുക. ഇപ്പൊ നീ ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടാ ഇവിടെ വന്നേ. സത്യം ഇന്ന് രാത്രി ഈ ചേച്ചി ഇന്ന് രാത്രി സൗഖ്യമാകാൻ പോവാ. തന്റെ ശരീരത്തിൽ ഒരു റേഡിയേഷൻ അടിക്കാൻ പോവാ. ഇന്ന് രാത്രി എല്ലാ കൈകളും അടിച്ച് അന്യഭാഷ പറയാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്ന് വിളിച്ച് ചേച്ചിയുടെ മക്കളാരാ? ബാബാ എടാ, ദൈവത്തിന് വേണ്ടി നിൽക്കുക അല്ലയോ? സ്വപ്നം അതാ, ദൈവത്തിന് വേണ്ടി നിൽക്കണം. എന്നോട് ദൈവം പറയുക, ഇന്ന് രാത്രി ദൈവം നിന്നെ ഒരു വാളണ്ടിയർ പുറകെ വരും. കർത്താവ് എന്നൊക്കെയാ ചെയ്യാൻ പോകുന്ന അറിയത്തില്ലല്ലോ. എടാ മോനെ, നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നേ കർത്താവിന്റെ കരുണമുണ്ടാവും. നിന്റെ വീടിനകത്ത് മരണമെന്ന ശക്തി കയറി വന്ന പലതിനെയും ദൈവം ആയുസ്സോടെ നിർത്തിയതാ. അത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. ബാല്യപ്രായത്തിൽ ശൗമേലിനെ പോലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ഈ രാത്രി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. നീ ആള് മാറുന്ന പോലെ സഭയൊന്ന് കൈയടിച്ച യേശുവേ
എന്നോട് ദൈവം പറയുക, ദൈവമൊക്കെ തലമുറ തരും. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെല്ലാം മാറാൻ പോവാ. നിങ്ങളുടെ കുടുംബത്തെ തല്ലി തകർത്തൊരാധിപത്യമുണ്ട് വർഷങ്ങൾക്ക് പുറകിൽ. ഇന്ന് രാത്രി ദൈവം അതിനെ ഉടച്ചു കളയുന്ന രാത്രിയാണ്. സഭയൊന്ന് കൈയടിച്ച യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് കൈയടിച്ച ദൈവത്തിനൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ കൈകളെ രണ്ടും ഒന്നടിച്ച ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് നന്ദി പറഞ്ഞു. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടോ? എടാ, നിന്റെ വീടിന്റെ സ്ഥിതി മാറാൻ പോവാ. നിന്റെ അവസ്ഥയ്ക്ക് പൂർണ്ണമായിട്ട് വ്യത്യാസം വരും. രണ്ട് കാര്യങ്ങൾ നീ ഒരുമിച്ച് ചെയ്യും. ദൈവത്തിന്റെ രാജ്യത്തെ സേവിക്കാൻ ദൈവത്തിനെ അഭിഷേകം ചെയ്യും. നിന്റെ സ്ഥിതിഗതികൾക്ക് പൂർണ്ണമായി ഒരു വ്യത്യാസം വരും. ഇവന്റെ അമ്മയാരാ? ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഇപ്പൊ ഇവൻ എന്നാ ചെയ്യുന്നത്? ഇവൻ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കത്തക്ക പോലെ ദൈവനെ അടിമുടി മാറ്റും. ഇന്ന് രാത്രി ഞാൻ ഇവനെ കുറിച്ച് കാണുന്ന വെളിപ്പാട് അങ്ങനെ. നീ ദൈവത്തിന് വേണ്ടി നിൽക്കത്തില്ലയോ? നിൽക്കും. അതാ നിന്നെ കുറിച്ച് ദൈവം ആശിക്കുന്ന ഒരു കാര്യം. നീ താമസിക്കുന്ന വീടിനകത്ത് ഒരു പ്രതിസന്ധിയുടെ ഒരു ആധിപത്യമുണ്ട്. ഇന്ന് രാത്രിത്തെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം അതിനെ പൊട്ടിച്ചു കളയാൻ വേണ്ടി പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഹൃദയം തുറന്ന് രാത്രി ആ നാമത്തെ ഒന്ന് വിളിച്ച്, ഇന്ന് രാത്രി അവന്റെ ശക്തിയെ ഒന്ന് വിളിച്ച്, നിന്നെ ബലഹീനപ്പെടുത്തുന്ന ദുഷ്ടവ്യാപാരങ്ങൾ ഇന്ന് രാത്രി പൊട്ടി മാറാൻ തുടങ്ങുക. യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന നാമത്തെ ഒരുമിച്ചൊന്ന് വിളിച്ച് അസ്തന വൈഡവൻ പ്രവന ഘടക ശതന എല്ലാ കരങ്ങളും ഒന്ന് ചേർത്തടിച്ച് യേശുവേ ഉറക്കെ ഒന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്തി പിടിച്ച് എന്നോട് പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയുക, നിന്റെ മുമ്പിൽ നിന്ന കല്ലുകളെ എന്റെ ദൈവം ഉരുട്ടിക്കളയുന്ന ഒരസാധാരണ രാത്രിയാക്കി എന്റെ ദൈവം ഇന്ന് രാത്രി മാറ്റാൻ പോകുക. പിശാചെടുത്തു വെച്ച കല്ലുകൾ, ലോകമെടുത്തു വെച്ച കല്ലുകൾ, മന്ത്രവാദി എടുത്തു വെച്ച കല്ലുകൾ ഇന്ന് രാത്രി ദൈവം ഉരുട്ടിക്കളയാൻ പോകുക. വിശ്വസിക്കുന്നവർ അക്കരങ്ങളെ അടിച്ച് അന്യഭാഷകൾ പറഞ്ഞു. ആരോഗ്യമുള്ള മുഴുവൻ ആളുകളും ഒരു നിമിഷം ഒന്ന് ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേ. ഞാനിവിടെ എൻ്റെ കണ്ണുകൊണ്ട് കാണുക, തമ്പുരാന്റെ കരം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും കോരിച്ചൊരിയുന്ന മഴയും അവഗണിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി വന്ന നിങ്ങൾ
നിങ്ങളെ ദൈവം ആദരിക്കാനായിട്ട് പോവാ. ശരീരത്തിൽ സൗഖ്യമില്ലാത്ത ആളുകൾ ഈ യോഗത്തിൽ നിൽപ്പുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറയുക, നിങ്ങളെ ദൈവം സൗഖ്യമാക്കുന്ന രാത്രിയായത്. നിങ്ങളുടെ മേലൊരു ദൈവത്തിന്റെ വലിയ സൗഖ്യം. നിങ്ങളുടെ കുടുംബത്തിന്റെ മുകളിൽ പിശാച് പിടിച്ചു വെച്ച സകല കല്ലുകളും ഇന്ന് രാത്രി ഉരുണ്ടുമാറുന്ന രാത്രിയായി മാറാൻ പോവാ. അത് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് ഒരു ആമീൻ പറഞ്ഞേ. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്ന രണ്ടാമത്തെ വാചകം, ചിലരെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യാൻ പോകുക. ചില ആളുകൾ മിനിസ്ട്രി കൊതിക്കുന്നുണ്ട്. ദൈവമേ, എന്നെ കൂടെ ഒന്ന് അഭിഷേകം ചെയ്യണേ. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഒന്ന് നിൽക്ക, എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണേ എന്ന് കൊതിക്കുന്ന ആളുകൾ യോഗത്തിലുണ്ട്. ഈ മ്യൂസിക് ടീം എല്ലാം ഒന്ന് എഴുന്നേറ്റുന്നേ. മ്യൂസിക് ടീം എല്ലാം എല്ലാ ദൈവമക്കളും ആ കണ്ണുകളെ ഒന്ന് അടച്ചേ. ശരീരത്തിൽ രോഗമുള്ളവർ ഈ രാവിലത്തെ ഈ രാത്രി ദൈവം എന്നെ സൗഖ്യമാക്കും എന്ന് ഉറപ്പുള്ള ആളുകൾ, രാത്രി ദൈവത്തിന്റെ കരം എന്നെ തൊടും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ശരീരത്തിൽ നിങ്ങൾക്ക് ഒരു സൗഖ്യം വേണം എന്നുള്ളവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശരീരത്തിൽ രോഗികളായ പ്രിയപ്പെട്ടവർ, ശരീരത്തിൽ രോഗമുള്ള ആളുകൾ, ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ട് കരം ഉയർത്തിപ്പിടിക്കുക. ശരീരത്തിൽ രോഗമുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളെ കൈ ഉയർത്തിപ്പിടിച്ചേ. റൈറ്റ്. അവരോട് ചേർന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഒരു മിനിസ്ട്രി എനിക്ക് വേണം, ദൈവരാജ്യത്തെ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കൈ ഒന്ന് ഉയർത്തി കാണിച്ചേ. കർത്താവേ, എനിക്ക് ഒരു ശക്തനായ അഭിഷക്തനായിട്ട് തരണം. ഞങ്ങളുടെ ഈ പാറശാല ദേശത്തെ തിരിച്ചു പിടിക്കാൻ ദൈവം എൻ്റെ മേലൊരു അഭിഷേകം തരണം. സ്നേഹിത, നീ ആരാന്നേലും ദൈവത്തിന് വിഷയമല്ല. നിന്റെ ഇന്നലകൾ ദൈവത്തിന് വിഷയമല്ല. നീ ഇന്നലെ എന്തായിരുന്നു എന്ന് ദൈവത്തിന് വിഷയമല്ല. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതൊന്നും ദൈവത്തിന് വിഷയമല്ല. അല്ല, എൻ്റെ ദൈവം ഇന്നിൻ്റെ ദൈവമാണ്. നിങ്ങളെ കയ്യും താത്തിട്ടെ. ഒരു ചോദ്യം കൂടെ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് കേൾക്കാം എന്ന് എനിക്ക് ബോധ്യമുള്ളേ. ഇതുവരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്തവർ ഈ യോഗത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കി കാണിച്ച്. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, മെജോറിറ്റി ആളുകൾ ഒരാളെ ഉള്ള ഏറ്റവും പുറകിൽ, വേറെ ആരെങ്കിലും ഉണ്ടോ രക്ഷിക്കപ്പെടാത്തവർ? സ്നാനപ്പെടാത്തവരുണ്ടല്ലോ, കൈപൊക്കി കാണിച്ച്. സ്നാനപ്പെടാത്തവർ കൈതാത്തിട്ടെ. ദൈവം എനിക്കൊരു അവസരം തന്നാൽ യേശു കർത്താവ് ചെയ്തതുപോലെ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുള്ളവര് ഒന്ന് കൈപൊക്കി കാണിച്ചേ. നന്നായിട്ട് പൊക്കി പിടിച്ച്. 1 2 3 4 5 6 7 8 9. അവർക്ക് വേണ്ടി സഭ ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. സ്നേഹിതരെ, തന്റെ ഇടത്തോടുകൂടെ നിങ്ങൾ ആ കൈ ഉയർത്തിപ്പിടിച്ചില്ലേ? സ്വർഗത്തിലെ ദൈവം നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ വിജയം ഇതാ. ദൈവത്തിന്റെ മക്കളെ, ആ 2 കരങ്ങളും അടിച്ച ദൈവത്തിന് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് നാം ഒരുമിച്ച് ചേർന്നവനെ ഒന്ന് ആരാധിക്കാൻ പോകുക. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ രോഗസൗഖ്യങ്ങൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ വിടുതലുകൾ Amen.
ഈ സുവിശേഷ മഹായോഗം ഈ ദേശത്തിൽ
കൂട്ട സ്നാനങ്ങൾ നടക്കട്ടെ. ഈ ദേശത്തെ സഭകൾ നിറയട്ടെ. സഭകളെ ശൂന്യമാക്കുന്ന ദുഷ്ടശക്തികൾ മാറിപ്പോകട്ടെ. അഭിഷക്തന്മാരെ ഉയർത്താതിരിക്കുന്ന ദുർശക്തികൾ ഉടഞ്ഞു മാറട്ടെ. കുടുംബങ്ങൾ ഉയരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകത്തിൽ നിറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സഭകളുമൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ്.